കാലവർഷം കേരളത്തിലെത്തി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ വിവിധ ജില്ലകളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറി. മേലച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ടിൽ കൊച്ചി കോർപ്പറേഷൻ 2 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് കൊച്ചി മേയർ എം അനിൽകുമാർ രംഗത്തെത്തി. മഴ വാർത്തയുടെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദും ടോബി ജോൺസണും മനീഷ് മഹിപാലും തത്സമയം ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, ഇപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അത് പ്രകാരമുള്ള ഓറഞ്ച് അലേർട്ട് അത് ഏതൊക്കെ ജില്ലകളിലാണ്? എല്ലാ ജില്ലകളിലും ശക്തമായ മഴ എന്നുള്ളതാണോ മുന്നറിയിപ്പ്? കാലവർഷം എത്തിയല്ലോ. അനുജ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കാലവർഷം കേരളത്തിൽ കണ്ണൂർ വരെ വ്യാപിച്ചതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളാഴ്ച വരെയും പരക്കെ വ്യാപകമായി ശക്തമായ മഴയുണ്ടാകുമെന്ന് പറയുന്നു. ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. ഈ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അത് അതിശക്തമായി തന്നെ തുടരും അടുത്ത മണിക്കൂറുകളിലും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളിൽ ഒന്ന്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും തിങ്കളാഴ്ച വരെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ബാക്കി 11 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലയോര മേഖലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രത വേണം. അതുമാത്രമല്ല, മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇതിൽ പ്രധാനമായി അറബിക്കടലിൽ ഈ കാലവർഷ മേഘങ്ങൾ ഉണ്ട്. ആ കാലവർഷ മേഘങ്ങളിലേക്ക് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്നതുകൊണ്ട് അത് കേരള തീരത്തും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത അതിനാൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും കാലാവസ്ഥാ വിദഗ്ധരും അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതുമാത്രമല്ല, കേരള തീരത്തും അതായത് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാലവർഷം പതിവിലും കൂടുതലായിരിക്കും, അതായത് സാധാരണയിലും അധികം മഴ ഇത്തവണ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അനുജ, കാലവർഷം കേരളത്തിലെത്തിയിരിക്കുന്നു. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ വിവരങ്ങൾ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.